നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരി എരമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന കോക്കല്ലൂർ ഗ്രാനൈറ്റ് ക്വാറിക്കെതിരെയുള്ള ജനകീയ സംരക്ഷണ സമിതി സമരത്തിൽ പങ്കെടുത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ 22 ദിവസമായി ഇവിടെ സമരം നടന്നുവരികയായിരുന്നു. ഇതിനിടെ ക്വാറിയുടെ പ്രവർത്തനം തുടരാനുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്തത്. 25 സ്ത്രീകളെയും 14 പുരുഷന്മാരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാലുശ്ശേരി എരമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന കോക്കല്ലൂർ ഗ്രാനൈറ്റ് ക്വാറിക്കെതിരെയുള്ള ജനകീയ സംരക്ഷണ സമിതിയുടെ സമരത്തിൽ പങ്കെടുത്തവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. കഴിഞ്ഞ 22 ദിവസമായി ഇവിടെ സമരം നടന്നുവരികയായിരുന്നു. ഇതിനിടെ ക്വാറിയുടെ പ്രവർത്തനം തുടരാനുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്തത്. 25 സ്ത്രീകളെയും 14 പുരുഷന്മാരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെയാണ് ബാലുശ്ശേരി CI വിനോയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അടക്കം 100ഓളം പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. പിന്നീട് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ സമരക്കാർ അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറായില്ല. ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷവുമുണ്ടായി. പോലീസ് ക്രൂരമായാണ് തങ്ങളോട് പെരുമാറിയെന്ന് അറസ്റ്റിലായവർ പ്രതികരിച്ചു. ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ നാട്ടിൽ. ഞങ്ങൾ മക്കളെയും കൊണ്ട് ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല. കുന്നുപോലെ 100 അടി മേലെയോളം മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ആ മണ്ണ് ഒലിച്ചു പോകുന്നതിന് ഞങ്ങളുടെ വീടിൻ്റെ അടിയിലാണ് ഈ മണ്ണ് മുഴുവൻ കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സമരപ്പന്ത് തുടങ്ങി 22ാമത്തെ ദിവസമാണ് സമരം തുടങ്ങുന്നത്. ഇന്ന് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു സമരപ്പന്തിൽ അവർ അന്വേഷിച്ച് ദിവസം വന്ന് പോലീസുകാർ വരും, പേപ്പർ എഴുതും, ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കും, ഒരു പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു വന്നപ്പോൾ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് നീക്കി. 10-22 ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ ഒരു പറഞ്ഞ് മക്കളുള്ളവർ ഒരു അറസ്റ്റ് ചെയ്ത് നീക്കാം നിയമമില്ല. നിങ്ങൾ നിയമം വേണമെങ്കിൽ പുതിയത് ഉണ്ടാക്കിക്കോളും. നിയമം മറിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. 18 വയസ്സ് താഴെയുള്ള മക്കളെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വണ്ടി കയറ്റില്ല എന്ന് പറഞ്ഞവർക്ക് ഇന്ന് ഒരു നിയമവും ഇല്ല. ഇന്ന് ഈ 10-50 മേലെ കുട്ടികളെ 22 മേലെ കുട്ടികളെ 18 വയസ്സ് താഴെയുള്ളവരെ 5 വയസ്സ് തികയാത്ത മക്കളെ അടക്കം ഇന്ന് പോലീസുകാർ വലിച്ചഴച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു ചൂരൽമല മുണ്ടൽക്കൈ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നുള്ളൊരു പേടി കൊണ്ട് നമ്മൾ ജനിച്ച് വീണ് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കണം എന്നൊരൊറ്റ ഇത് മാത്രമേ, ആ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ഇവരോട് പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നുണ്ടായത് ഞങ്ങളുടെ മക്കളും എല്ലാവരും മുന്നിൽ ഇരുത്തുകയാണ് ചെയ്തത്. കാരണം മക്കളെ ഞങ്ങൾക്ക് വേറെ എവിടെ ആക്കാനില്ല, വീട്ടിൽ വേറെ ആളില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പം അറിയാത്ത കോറിക്കാരും അവരുടെ പണിക്കാരൊക്കെയാണുള്ളത്. പോലീസുകാർ പറയുന്ന മക്കളെ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടല്ലേന്ന്. അമ്മമാരെല്ലാവരും ആരാണ് മക്കളെ ചേർത്ത് പിടിക്കുക? അപ്പോൾ മക്കൾ കരഞ്ഞ് ഞങ്ങളെ കൂടെ പോരുകയാണ് ചെയ്തത്. എൻ്റെ മോനാണ് ഹോസ്പിറ്റലിൽ ഉള്ളതാണ്, പോലീസുകാർ തള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഇതൊന്നും കണ്ട് പരിചയമില്ല. അവരുടെ ലാത്തിയും വടിയൊക്കെ കണ്ട് പേടിച്ച് പിന്നെ ഒരു തള്ളി എന്നെ പിടിച്ചിട്ട് എൻ്റെ കൈ വേദനിക്കുന്നുണ്ട്. തള്ളിയിട്ട് അവർക്ക് ബാലുശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ ചികിത്സയിൽ അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെ തന്നെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഈ കോറിക്കാർ നാട്ടിൽ നിന്ന് അവരെ അടച്ചു പൂട്ടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് വെറുതെ ഈ പോലീസുകാർ വരുന്ന വഴി ഞങ്ങളുടെ വണ്ടിയെന്ന് പറഞ്ഞു നിങ്ങൾ വെറുതെ ഡയലോഗ് അടിക്കല്ലേ എന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറയുക. അവർക്കിത് ഡയലോഗാണ്, അവർക്കിത് എന്താ പറയുക, ഒരു കളിയാക്കലാണ് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നത്. ചിലർ മാത്രമാണ് ഞങ്ങളെ കൂടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം, ജനിച്ച് പിറന്ന വീണ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിത് പോരാടുന്നത്. അറസ്റ്റിനിടെ 2 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി സ്വീകരിച്ചതെന്ന് പേരാമ്പ്ര DYSP TA അഗസ്റ്റിൻ പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തു.
റിയൽ ന്യൂസ് ബാലുശ്ശേരി.